100% ആത്മാർത്ഥമായിട്ട് മഞ്ജുവിനെ സ്നേഹിക്കുന്നത്. എനിക്കൊരു ഭാര്യ വേണം, അതിനുവേണ്ടി കൂടെ നിൽക്കണേ. ദേവി രക്ഷിക്കണേ. മഞ്ജു, ഞാൻ ഈ പ്രസാദം നെറ്റിയിൽ തൊട്ട് തരട്ടെ? അത് ആരും സാക്ഷികളില്ല, ആരും കണ്ടിട്ടുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നതിന് മുമ്പ് എന്തിനാ എന്റെ നെറ്റിയിൽ പ്രസാദം തൊട്ടത്? ഞാൻ വിളിച്ചപ്പോ ഒരു മടിയും കൂടാതെ മഞ്ജു ക്ഷേത്രത്തിലേക്ക് വന്നില്ലേ, അതും സെറ്റ് സാരിയൊക്കെ കൊടുത്ത്. അത് പിന്നെ ഒരാൾ ഗിഫ്റ്റ് തരുമ്പോ അയാളെ നിരാശപ്പെടുത്തുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് സാഗർ തന്ന സാരി ചുറ്റി വന്നതാ. എന്നാലും ഇഷ്ടമാണെന്ന് സമ്മതിക്കാൻ മടിയാണല്ലേ? സാഗറിനോട് പറഞ്ഞല്ലോ, ഈ ജീവിതത്തിനിടയ്ക്ക് ഞാൻ എന്റെ മുറച്ചെറുക്കനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. ഒരിക്കലും അവന്റെ സ്ഥാനത്ത് ഒരു സുന്ദരനും എന്റെ ജീവിതത്തിലേക്ക് പിന്നെ കടന്നു വന്നിട്ടില്ല. അങ്ങനെയുള്ള അവൻ എന്നെ വഞ്ചിച്ചു എന്നറിഞ്ഞ നിമിഷം മുതല് എനിക്ക് അവനോട് വെറുപ്പാ. അവനോട് മാത്രമല്ല, എന്റെ ഈ ജീവിതത്തോട് പോലും. മഞ്ജു എന്താ അങ്ങനെയൊക്കെ പറയുന്നേ? മഞ്ജുവും മേഘനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. അത് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒന്നിച്ചൊരു മുറിയിൽ കഴിയുന്നതല്ലാതെ ഒരു ബന്ധവുമില്ല. അത് ഞാൻ കഠിന വ്രതത്തിലാണെന്നും പറഞ്ഞ് കണ്ണിൽ പൊടിയിട്ടുകൊണ്ടിരിക്കുവാ. അവനിൽ നിന്ന് പൂർണ്ണമായിട്ട് അകലാൻ മഞ്ജു ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അവനെ വിട്ടു വരുമ്പോ മഞ്ജുവിന് തണലായിട്ട് ഒരാൾ വേണ്ടേ? ഒരു അബദ്ധം പറ്റി, ഇനി മറ്റൊന്നുകൂടി എനിക്ക് താങ്ങാൻ പറ്റില്ല സാഗറെ. മഞ്ജു, ഇനിയൊരു അബദ്ധം പറ്റില്ല. ഞാനിപ്പോ ഭഗവതിയോട് പോലും പ്രാർത്ഥിച്ചത് എനിക്ക് നല്ലൊരു ഭാര്യയെ കിട്ടണമെന്നും നല്ലൊരു കുടുംബം ഉണ്ടാവണമെന്നാ. എല്ലാം ശരിയാവും മഞ്ജു. ഇത് ഞാൻ അമ്പലം നടയിൽ ഭഗവതിയുടെ മുന്നിൽ വെച്ചാ പറയുന്നത്. ഒരിക്കലും ഇനി ഞാൻ വാക്ക് മാറ്റി പറയില്ല, ചതിക്കില്ല. പിന്നെ ഒരു സത്യം പറയട്ടെ, ഈ സെറ്റ് സാരിയിൽ മഞ്ജു അതിസുന്ദരിയായിട്ടുണ്ട്. സത്യം പറഞ്ഞ ഒന്നിച്ചു നിന്നൊരു ഫോട്ടോ എടുക്കണമെന്നുണ്ട്. അതൊന്നും വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട, എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതേ ഉള്ളൂ. ശരി, സാഗർ വരാൻ പറഞ്ഞപ്പോ ഞാൻ വന്നു. സാഗർ തന്ന സാരി കൊടുത്തു, ഒന്നിച്ച് അമ്പലത്തിൽ വന്ന് തൊഴുകയും ചെയ്തു. ഇനി ഞാൻ പൊക്കോട്ടെ? ആയിക്കോട്ടെ.